നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ദേവദാസ് ജില്ലയിൽ നിന്നും കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയെ ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ലക്ഷിത ചൌധരി എന്ന 22 വയസ്സുകാരിയുടെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ വീടിനുള്ളിലെ വീപ്പയ്ക്കുള്ളിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ആൺ സുഹൃത്ത് മോനു എന്ന മനോജ് ചൌഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 35 വയസ്സായിരുന്നു ഇയാൾക്ക്. ലക്ഷിതയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ലക്ഷിതയെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷം വീപ്പയിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. മരണം ഉറപ്പിച്ചതോടുകൂടി മൃതദേഹം ഒരു പുതപ്പിട്ട മൂടിയ ശേഷം ഇയാൾ കടന്നുകളയുകയായിരുന്നു. സെപ്റ്റംബർ 29 മുതലാണ് ലക്ഷിതയെ കാണാതായത്. കോളേജിലേക്ക് എന്ന് പറഞ്ഞാണ് ലക്ഷിത വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ തിരികെ വരാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതോടെ വീട്ടുകാർ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിലാണ് ലക്ഷിതയും മനോജ് ചൌഹാനും തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് വ്യക്തമായത്. ഇതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയായ മനോജിന്റെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികളാണ് വീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം സെപ്റ്റംബർ 29 പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രതി പോലീസിനെയും ലക്ഷിതയുടെ വീട്ടുകാരെയും കബളിപ്പിക്കാനും ശ്രമം നടത്തി. ലക്ഷിതയും താനും ഒരുമിച്ചുണ്ടെന്നും തങ്ങൾ ഒരു യാത്രയിലാണ് എന്നും ഇയാൾ വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു. എന്നാൽ ബുധനാഴ്ച വൈകിട്ടോടുകൂടി ലക്ഷിതയെ താൻ കൊലപ്പെടുത്തിയതായി പ്രതി തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു. മൃതദേഹം വാടക വീട്ടിൽ ഉണ്ടെന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ പ്രതി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പ്രതിയുടെ മൊഴി അനുസരിച്ച് പോലീസ് ഇയാളുടെ വാടക വീട്ടിൽ പരിശോധന നടത്തിയതോടുകൂടി മൃതദേഹം ഈ അയൽവക്കക്കാരും പോലീസും ചേർന്ന് കണ്ടെത്തുകയായിരുന്നു. ഗർഭാനർദ്ദത്തിനുള്ള വസ്ത്രം ധരിച്ചായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നതെന്നും പോലീസ് പറയുന്നു. ലക്ഷിതയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന വിവരം തനിക്ക് കിട്ടിയെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പ്രതിയുടെ മൊഴി വരികയാണ്. 1 വർഷമായി താനും പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് വിവരം അറിയിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഒക്ടോബർ 8 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം വീപ്പയിൽ മൃതദേഹം ഒളിപ്പിക്കുന്ന സംഭവത്തിൽ ഉത്തരേന്ത്യയിൽ ആവർത്തിച്ചു വരികയാണ് ഈ വിവരങ്ങൾ. മീററ്റിൽ യുവാവിനെ കഷണങ്ങളാക്കി വെട്ടിനുറുക്കി വീപ്പയിലാക്കി ഉപേക്ഷിച്ച സംഭവം അടുത്തിടെയാണ് ഉണ്ടായത്. രാജസ്ഥാനിലെ അൽവാറിലും നീല വീപ്പയിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു. വീപ്പയിൽ മൃതദേഹത്തിനൊപ്പം സിമന്റ് മിശ്രിതം ചേർത്ത ശേഷം കുഴിച്ചിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനി കാമുകന്മാരെ വിശ്വസിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന കാമുകിമാർക്കൊക്കെ തന്നെ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതറിഞ്ഞിട്ടും കാമുകന്മാരെ അടിമുടി വിശ്വസിച്ച് സ്വന്തം അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് കാമുകന്മാർ വിളിക്കുന്നിടത്ത് പോകുമ്പോൾ ഇത്തരം വാർത്തകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് ഒന്ന് ആലോചിച്ചാൽ നന്നാവും.